Hi students, Relations and Functions എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ 8 ആണ്. അപ്പോൾ അതിലിടക്ക് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ആൻസർ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ അതിനായിട്ടൊരു സെഷനോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ചെയ്യാം. ഒരു ലൈവ് സെഷനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇതിൽ ഈ ക്വസ്റ്റ്യൻ 8 പറയുന്നത് ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5 given by R equal to set ordered pair AB such that mod A minus B is even is an equivalence relation. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഷോ ദാറ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 2, 4 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബട്ട് നോ എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് സെറ്റ് 2, 4. അപ്പോൾ ഇതിൽ 2-3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. റിലേഷൻ എന്താണ്? ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ. ഈ റിലേഷൻ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഈക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, പിന്നെ സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നും ആണെങ്കിൽ അതൊന്ന് എന്തെന്ന് പറയാം? ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്താണ് റിഫ്ലെക്സീവ് ആയുള്ള കണ്ടീഷൻ? ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ അല്ലേ. അതേ എലമെൻറ്റ് തന്നെയുള്ള ഓർഡേർഡ് പെയർ ഈ റിലേഷനിലുണ്ടെങ്കിൽ അതെന്താണ്? റിഫ്ലെക്സീവ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എവരി എ ബിലോങ്സ് ടു സെറ്റ് എ, ഫോർ എവരി സ്മോൾ എ, സെറ്റ് എയിലുള്ള ഏത് എലമെൻറ്റും എടുത്തു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ എ എ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിഷൻ പ്രകാരം മോഡ് എ മൈനസ് എ അല്ലേ. കാരണം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്നാണ്. അപ്പോൾ എന്ത് വരും? ഓർഡേർഡ് പെയർ എ എ എന്ന് പറയുന്നത് മോഡ് എ മൈനസ് എ ആണ്. മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. 0 ഈസ് ഈവൺ. ഈവണിലാണ് നമ്മൾ 0നെ ഇപ്പോൾ എടുത്തത്. അപ്പോൾ എന്തെന്ന് പറയാം? നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്ത് പറയാം? ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അതാണ് റിഫ്ലെക്സീവ് ആണെന്നുള്ള കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. മനസ്സിലായല്ലോ? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്നാണ് റിലേഷൻ. അപ്പോൾ നമ്മൾ എ എ ഓർഡേർഡ് പെയർ എ എ എടുക്കുമ്പോൾ എന്ത് വരും? മോഡ് എ മൈനസ് എ. മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. 0 ഈസ് ഈവൺ. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, റിഫ്ലെക്സീവ് ആണ്. ഇനി എന്ത് ചെയ്യാം? അടുത്തത് എന്താണ്? അടുത്തത് സിമ്മട്രിക് ആണ് അല്ലേ. അപ്പോൾ എന്തെന്ന്? ലെറ്റ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. ഒരു ഓർഡേർഡ് പെയർ തന്ന എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആസ് പെർ ഡെഫിനിഷൻ എന്താണ് ഡെഫിനിഷൻ റിലേഷൻ്റെ? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ അല്ലേ. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ അല്ലേ. വിച്ച് ഇംപ്ലൈസ് മോഡ് നെഗറ്റീവ് എ മൈനസ് ബി, മോഡ് മൈനസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൺ. മോഡിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും അത് പോസിറ്റീവാണ്. അപ്പോൾ എന്തെന്ന് പറയാം? മോഡ് എ മൈനസ് ബി ഈവൺ ആണെങ്കിൽ മോഡ് മൈനസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൺ എന്ന് പറയാം. എന്താണ് മൈനസ് ഓഫ് എ മൈനസ് ബി? മൈനസ് എ മൈനസ് ബി പ്ലസ് ബി. അപ്പോൾ മൈനസ് എ പ്ലസ് ബി എന്ന് പറയും. അതെന്താ? ബി മൈനസ് എ അല്ലേ. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയാം? മോഡ് ബി മൈനസ് എ ഈസ് ഈവൺ എന്ന് പറയാം. മോഡ് ബി മൈനസ് എ ഈസ് ഈവൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആണ് മോഡ് ബി മൈനസ് എ ഈസ് ഈവൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ അല്ലേ. എ ബി ബിലോങ്സ് ടു ആർ ആയപ്പോൾ മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ. പിന്നെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? മോഡ് ബി മൈനസ് എ ഈസ് ഈവൺ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ. അപ്പോൾ എന്തായി? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഇസ് സിമ്മട്രിക്. എളുപ്പമല്ലേ? ഇനി അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്താണ്? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ. അതുപോലെ എന്ത് എഴുതാം? ബി സി ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ. ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്താണ്? മോഡ് ബി മൈനസ് ഈസ് ഈവൺ അല്ലേ.
അപ്പോൾ മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി ഈസ് ഈവൺ ആണല്ലോ. അതേപോലെ മോഡ് ബി മൈനസ് സി ഈസ് ഈവൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി മൈനസ് സി ഈസ് ഈവൺ എന്ന് പറയാം. അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്തേ. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. നോക്കിയേ, മൈനസ് ബിയും പ്ലസ് ബിയും കട്ടായാൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് സി എന്ന് കിട്ടും അല്ലേ? എ മൈനസ് സി ഈസ് ഈവൺ എന്ന് കിട്ടും. എ മൈനസ് സി ഈവൺ ആണെങ്കിൽ മോഡ് എ മൈനസ് സി ഈസ് ഈവൺ എന്ന് പറയാം. അപ്പോൾ എന്തായി? എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ എന്ന് കിട്ടിയല്ലോ. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതണം. Therefore എ ബി ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, ordered pair BC belongs to R, which implies ordered pair AC belongs to R. Therefore, R is transitive. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളത് ഫില്ല് ചെയ്യണം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ല. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? R റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി, സിമ്മട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ എന്തെന്ന് എഴുതാം? നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ക്ലോസ് ചെയ്യേണ്ടത്? Therefore, R is reflexive, symmetric and transitive. Therefore R is an equivalence relation എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചെയ്യാം. എന്താണ് അടുത്ത ഭാഗം? അടുത്ത ഭാഗം പറയുന്നത് ഷോ ദാറ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 135 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സെറ്റ് 135ലെ എല്ലാ എലമെൻറ്റ്സും റിലേറ്റഡ് ആണ്. നമ്മുടെ ഈ റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? മോഡ് എ മൈനസ് ബി സി വൺ അല്ലേ? അങ്ങനെ നോക്കുക. നമുക്ക് നോക്കിയേ, സെറ്റ് 135 എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ എലമെൻറ്റ്സും ഓഡ് അല്ലേ? ഓഡ് നമ്പേഴ്സാണ് 135. അപ്പോൾ നമുക്കറിയാം എന്ത് ഓൾ. അപ്പോൾ നിങ്ങൾ എന്തെന്ന് എഴുതണം? സെറ്റ് 135 ഓൾ എലമെൻറ്റ്സ് ആർ ഓഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഈവൺ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഈവൺ. നോക്കിയൊക്കെ, 5 - 3 is 2, 3 - 1 is 2. എപ്പോഴും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും ഈവൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ മോഡുലസും ഈവൺ ആവില്ലേ? ദിയർ മോഡുലസ് ഈസ് ഓൾസോ ഈവൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഡെഫിനിഷനായില്ലേ റിലേഷൻ്റെ? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ അല്ലേ? അപ്പോൾ എന്തെന്ന് നമുക്ക് എഴുതാം? കൺക്ലൂഡ് ചെയ്യാം. Therefore all the elements of set 135 are related to each other എന്ന് എഴുതുക. അങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത സെറ്റ് ഏതാണ്? ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 24 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇതേപോലെ 24നെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഞാനത് എഴുതിയിട്ടില്ല ഇവിടെ. എന്തെന്ന് എഴുതുക? സെറ്റ് 24 ഓൾ എലമെൻറ്റ്സ് ആർ ഈവൺ. അങ്ങനെ എഴുതുക. അതിനുശേഷം എന്ത് എഴുതണം? ഇവിടെ എഴുതിയ പോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈവൺ നമ്പർ ഈസ് ഓൾവേസ് ഈവൺ. ഇവിടെ ഓഡ് നമ്പർ ആയിരുന്നു, ഈവൺ നമ്പർ ആകുമ്പോൾ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ഈവൺ. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈവൺ നമ്പർ ഓൾസോ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈവൺ നമ്പർ ആയാലും എന്താണ്? അതും ഈവൺ ആണ്. അപ്പോൾ എന്തെന്ന് എഴുതാം? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈവൺ നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഈവൺ. അങ്ങനെ വരുമ്പോൾ ദെയർ മോഡുലസ് ഓൾസോ ഈവൺ. എന്നിട്ട് എന്ത് എഴുതുക? നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. Therefore all the elements of set 24 are related to each other എന്ന് എഴുതുക. അതൊന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല, സ്പേസ് കൺസ്ട്രെയിൻറ്റ് കാരണം ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളത് എഴുതണം. ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതുക. രണ്ടാമത്തത് ഒറ്റ വ്യത്യാസം, ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓഡ് നമ്പേഴ്സ് എന്നായിരുന്നു, അടുത്തതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈവൺ നമ്പേഴ്സ് എന്നാണ്. എന്താണ് ഡിഫറൻസ്? രണ്ടും എന്താണ്? ഈവൺ തന്നെയാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും ഈവൺ ആണ്, ഈവൺ നമ്പേഴ്സിൻ്റെ ഡിഫറൻസും ഈവൺ ആണ്. ഇനി അടുത്തത് നോക്കിയേ, എന്താണ് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത്? ബട്ട് നോ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 135 ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് സെറ്റ് 24. ഇവിടെ രണ്ട് സെറ്റായി. നേരത്തെ ഒരൊറ്റ സെറ്റിൽ നിന്നുള്ള റിലേഷൻ ആയിരുന്നു, ഇവിടെ സെറ്റ് മാറി. ഒന്ന് ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റും മറ്റേത് ഈവൺ നമ്പേഴ്സിൻ്റെ സെറ്റുമാണ്. നമ്മുടെ റിലേഷൻ എന്താ? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്നാണ് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നിങ്ങൾ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 135 ആർ ഓഡ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 24 ആർ ഈവൺ അല്ലേ? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെന്ന് എഴുതണം? ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡ് ആൻഡ് ഈവൺ നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. ഇത് മനസ്സിലാക്കണം. ഓഡ് നമ്പറിൻ്റെയും ഈവൺ നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എന്താണ്? ഓൾവേസ് ഓഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ മോഡുലസും, സോ ദെയർ മോഡുലസ് ഈസ് ഓഡ്. ഇറ്റ് ഈസ് നോട്ട് ഈവൺ. നമ്മുടെ റിലേഷൻ എന്താണ്? മോഡ് എ മൈനസ് ബി ഈസ് ഈവൺ എന്നല്ലേ? അപ്പോൾ അതല്ല, ഇത് ഇവിടെ ഓഡാണ്. അതുകൊണ്ട് എന്നത് ഏതാ?
ഇത് കൺക്ലൂഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ എഴുതുക. Therefore, no elements of set 135 is related to any element of set 24 എന്ന് എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ എഴുതിയതിന് ശേഷം പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യുക. മനസ്സിലായല്ലോ? ഈവൺ നമ്പറിൻ്റെയും ഓഡ് നമ്പറിൻ്റെയും ഡിഫറൻസ് എപ്പോഴും ഓഡായിരിക്കും. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈവൺ ആയാലല്ലേ റിലേഷൻ ആവുള്ളൂ. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? മോഡ് എ മൈനസ് ബി ഇസ് ഈവൺ എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഓഡാണ്. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ്. ഇത് രണ്ടും. ബട്ട് നോ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് 135 ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് സെറ്റ് 24 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. നിങ്ങളുടെ ബുക്കിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് ആർ ബി ദി റിലേഷൻ ഇൻ ദ സെറ്റ് 1 2 3 4 ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 1 2 2 2 1 1 4 4 1 3 3 3 3 2. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ആർ ഇസ് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. Option B, R is reflexive and transitive but not symmetric. Option C, R is symmetric and transitive but not reflexive. Option D, R is an equivalence relation. 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ റിലേഷൻ തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമിൽ നേരിട്ട് ലിസ്റ്റ് ചെയ്തേക്കാണ്. നോക്കാം, ഇതാണ് റിലേഷൻ അല്ലേ? 1 2 2 2 1 1 4 4 1 3 3 3 3 2. നമുക്കറിയാം റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇത് ഇത്രയും എലമെൻറ്റ്സ് 1 1 ആ റിലേഷനിൽ ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 4 4 ഉണ്ടാവണം. ഇതെല്ലാതും ഈ റിലേഷനിലുണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. എവറിത്തിങ് എല്ലാതും ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ എന്തെന്ന് പറയാം? ദെയർഫോർ ആർ ഇസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഇനി എന്താ അടുത്തത്? സിമെട്രിക് ആണോ ചെക്ക് ചെയ്യണം അല്ലേ? സിമെട്രിക് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. 1 2 എടുക്കുക. 1 2 ബിലോങ്സ് ടു ആർ. പക്ഷെ ഇവിടെ 2 1 ഉണ്ടോ? ഇല്ല. ബട്ട് 2 1 ഡസൻ ബിലോങ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം? ആർ ഇസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ഇനി എന്താ? ട്രാൻസിറ്റീവ് ആണ്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യുക? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, BC, ordered pair BC belongs to R, which implies AC belongs to R അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ 1 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വെച്ച് തുടങ്ങണ ഒരെണ്ണം കിട്ടും. ഇപ്പോൾ 1 2 പറഞ്ഞാൽ ഇവിടെ ഒരു 2 2 ഉണ്ട്. അപ്പോൾ വീണ്ടും 2 2 വന്നു. ഇവിടെ 1 3 എടുത്താൽ 3 3 അല്ലെങ്കിൽ 3 2 എടുക്കുക. 1 3യും 3 2യും എടുക്കുമ്പോൾ നമുക്ക് അതെ 1 3 3 2 അങ്ങനെ വരുമ്പോൾ 1 2 ഇവിടെ ഉണ്ട്. 1 2 ഇല്ലേ? അങ്ങനെ വരുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ് ഓരോ എക്സാമ്പിൾ നോക്കുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നും എടുത്ത് എഴുതുന്നില്ല, ജനറലായിട്ട് എഴുതാം. എന്തെന്ന് എഴുതാം? ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഫോർ എവറി എ ബി സി, എ കോമ ബി കോമ സി ബിലോങ്സ് ടു ദ ഗിവൺ സെറ്റ്, സെറ്റ് 1 2 3 4, എ ബി ബിലോങ്സ് ടു ആർ കോമ ബി സി, ഓർഡേഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ implies ordered pair AC belongs to R. Therefore, R is transitive എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, ആർ റിഫ്ലെക്സീവ് ആണെന്നും കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്നും കിട്ടി, സിമെട്രിക് അല്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ആർ ഇസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ക്ലിയർ ആയല്ലോ? നമ്മളിത് മൂന്നും ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടിയില്ല, ട്രാൻസിറ്റീവ് ആണെന്നും നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല, സ്കിപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അത് വീണ്ടും അങ്ങനെ ഡൗട്ട്സിൻ്റെ കളക്ഷൻസ് വീണ്ടും നമുക്ക് വീഡിയോയിലൂടെ ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് തുടങ്ങും. സോ സ്റ്റേ ട്യൂൺ.